സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന മിക്ക ആളുകളും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നവരാണ്. ഫേസ്ബുക്കിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ നിലവിൽ ഉണ്ടാകും. ചില സുഹൃത്തുക്കൾ നമുക്ക് ഒരുപാട് ശല്യം ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും? അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെർച്ച് ചെയ്ത് ഒരു കോണ്ടാക്റ്റിനെ കണ്ടെത്താനും ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ബ്ലോക്ക് ചെയ്തവരെ നമുക്ക് അൺബ്ലോക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്കിത് ഉപകാരപ്പെടാതിരിക്കില്ല. പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൽ അവർക്ക് ഒരുപാട് ശല്യം ചെയ്യുന്ന ആളുകളുണ്ടാകും. അവരെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്തവരിൽ നമുക്ക് ഇനി തിരികെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അൺബ്ലോക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതിനായിട്ട് ഫേസ്ബുക്കിൽ ഒരു സിമ്പിളായിട്ട് നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കും. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വലതുവശത്ത് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾ ബ്ലോക്ക്ഡ് പീപ്പിൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. ഇവിടെ ബ്ലോക്കിംഗ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരാളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ആ ആളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺബ്ലോക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഒരാളെ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആരെയാണോ ബ്ലോക്ക് ചെയ്യേണ്ടത് അവരുടെ നെയിം അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ഏതെങ്കിലുമൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ടൈപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ലിസ്റ്റുകൾ ഒക്കെ വരും. ഇവിടെ ബ്ലോക്ക് ചെയ്യണമെന്നിങ്ങനെ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരെ ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ബ്ലോക്ക് ചെയ്തവരെ നിങ്ങൾക്കിവിടെ അൺബ്ലോക്ക് ചെയ്യാം. അൺബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബ്ലോക്ക് ചെയ്യണമെങ്കിൽ 48 മണിക്കൂർ നിങ്ങൾ കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ രണ്ടാമത് നിങ്ങൾക്ക് അവരെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.